വളരെയധികം സിമ്പിളും എന്നാൽ ഒരുവിധ ആളുകളൊന്നും ട്രൈ ചെയ്യാത്തതായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം നെയ്യപ്പമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, സിമ്പിൾ അല്ലേ. ദെൻ നമുക്ക് വേണ്ടത് പച്ചരിയുടെ പൊടിയാണ് കേട്ടോ. പച്ചരിയുടെ പൊടി പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകണ്ട, കുറച്ച് തരികൾ അതിലുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ കൂടുതൽ ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. ദെൻ അതിലോട്ടേക്ക് നമുക്ക് കുറച്ചളവിൽ മൈദ കൂടെ ചേർത്ത് മിക്സ് ആക്കാം. അതിനുശേഷം നമ്മുടെ ശർക്കരപ്പാനി അതിലോട്ടേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിവിടെ കാണിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് കിട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് അങ്ങ് ലൂസ് ആവാനും അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് തിക്കാവാനും പാടില്ല കേട്ടോ. ഇതിലോട്ടേക്ക് നമുക്ക് കറുത്ത എള്ള് ചേർക്കാം. അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു ബ്രൗൺ കളറാകുമ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു കൂട്ട് റസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഇനിയും ഒരുപാട് സിമ്പിൾ റെസിപ്പീസുമായിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. അപ്പോൾ ഇത് റസ്റ്റ് ചെയ്തതിന് ശേഷം എടുത്ത മാവാണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. നല്ല തിളച്ച എണ്ണയിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, പൊങ്ങി വരുന്നത് കണ്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നെയ്യപ്പമാണ്, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പ്രത്യേകിച്ച് ഒരു പണിയുമില്ല, സിമ്പിളാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും നമുക്ക് ഒരുപാട് സിമ്പിൾ റെസിപ്പീസുമായിട്ട് കാണേണ്ടതാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.